നമസ്കാരം. ദ ഗ്രേറ്റസ്റ്റ് റൈവൽറി, ഈ വാക്ക് കേൾക്കുമ്പോൾ എന്താ നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? അല്ല, എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്? പ്രത്യേകിച്ച് അതിൽ അത്ഭുതമൊന്നുമില്ല. ഈ എന്താണ്, നമ്മൾ അടുത്ത കാലത്ത് അത്തരത്തിലുള്ള ഒരു സന്ദർഭം അതിജീവിച്ചതേ ഉള്ളൂ. ഇന്ത്യ പാകിസ്ഥാൻ പറയുന്ന യുദ്ധത്തിനെ കുറിച്ചൊന്നുമല്ല, യുദ്ധസമാനമായ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് റൈവൽറീസിനെ കുറിച്ചാണ്. വന്നിരിക്കുന്ന വെബ് സീരീസുകളിൽ നെറ്റ്ഫ്ലിക്സിൽ ഏറ്റവും പുതിയതെന്ന് പറയാൻ പറ്റില്ല, ഒരു 2-3 മാസമായി റിലീസായിട്ട് ദ ഗ്രേറ്റസ്റ്റ് റൈവൽറി. എന്നെപ്പോലെ 90കളിൽ ബാല്യം ഉണ്ടായിരുന്ന ഒരു പ്രേക്ഷകനെ സംബന്ധിച്ച് അതൊരു നല്ല റീക്യാപ്പായിരുന്നു. കാരണം ഇന്നത്തെ സാഹചര്യങ്ങൾ പോലെ ആയിരുന്നില്ല അന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ചസ്. ഒന്നാമത് 2 സൈഡിലും അതിപ്രബലമായ ടീമുകൾ. ഇപ്പൊ സ്ട്രോങ് അല്ലെന്നല്ല പറയുന്നത്. അന്ന് ഈ പറഞ്ഞ പോലെ സയ്യിദ് അൻവർ, ഇൻസമാം ഉൽ ഹക്ക്, വഖാർ യൂനിസ്, വസീം അക്രം, ഷോയബ് അക്തർ എന്നുള്ള പ്രഗത്ഭരായ പാകിസ്ഥാൻ നിരയിലും ഇപ്പുറത്തുനിന്ന് അടിക്ക് തിരിച്ചടി പോലെ വീരേന്ദർ സെവാഗ്, സച്ചിൻ ടെണ്ടുൽക്കർ, രാഹുൽ ദ്രാവിഡ്, സൗരവ് ഗാംഗുലിയുടെ വീറുറ്റ നേതൃത്വം, സഹീർ ഖാൻ, ഹർഭജൻ സിംഗ് എന്ന് പറഞ്ഞാൽ കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്നും പറഞ്ഞുകൊണ്ട് അടിക്ക് തിരിച്ചടിയായിട്ട് നിൽക്കുന്ന ഒരു വലിയ നിരയിപ്പുറത്തും. കാലാകാലങ്ങളിൽ പല പല സന്ദർഭങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റിലും പാകിസ്ഥാൻ ക്രിക്കറ്റിലും വന്നു. അതിന് കരുതകൾ പകർത്തിക്കൊണ്ട് വാതുവെപ്പ് വന്നു. പല ഇന്ത്യൻ കളിക്കാരും പാകിസ്ഥാൻ കളിക്കാരും ഒക്കെ ഇതിൽ പെട്ട് പുറത്തായി എന്നുള്ള നിർഭാഗ്യകരമായ സാഹചര്യങ്ങളാണ്. ഇത് പറഞ്ഞു വരുന്ന ഈ ഒരു വെബ് സീരീസ് ഭയങ്കര ഒരു രസമായിരുന്നു. അത്തരത്തിലുള്ള റീക്യാപ്പുകളിലൂടെ പോയപ്പോഴും ഒരുപാട് 96 വേൾഡ് കപ്പിലെ അമീർ സൊഹേൽ വെങ്കടേഷ് പ്രസാദ് യുദ്ധം, അതിനുശേഷം ഷോയബ് അക്തർ ഈഡൻ ഗാർഡൻസിലെ ഒരു കൊളോസിയം പോലുള്ള ഗാലറിയെ സൈലൻസ് ചെയ്ത ദ്രാവിഡിനെയും സച്ചിനെയും ബൗൾഡാക്കിയ പന്തുകൾ എന്നിങ്ങനെ ഒരുപാട് നിമിഷങ്ങൾ ഓർത്തിരിക്കാവുന്ന ചില നിമിഷങ്ങൾക്ക് ഓർത്തിണക്കിയ ഒരു വെബ് സീരീസ് തന്നെയാണിത്. സെവാഗ്, വസീം അക്രം, ഷോയബ് അക്തർ, സുനിൽ ഗവാസ്കർ ഇവരൊക്കെ ഇതിൽ വോയിസ് ഓവറും അല്ലെങ്കിൽ അവരുടെയൊക്കെ ഇന്റർവ്യൂ ബൈറ്റ്സും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഡോക്യുമെന്ററി തന്നെയാണ്. ഇത് കാണണോ എന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായൊരു ഉത്തരവില്ല. കാരണം ഇത് കുറച്ചും കൂടെ പൊലിപ്പിക്കാമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ റൈവൽറി തുടങ്ങിയ കാലം തൊട്ട് ഈ കഴിഞ്ഞ ഒരു ലാസ്റ്റ് വൺഡേ, ഇന്ത്യ ജയിച്ച ലാസ്റ്റ് വൺഡേയിൽ ഒരു ബൗളർ ഇങ്ങനെ ശോഭാൻ ഗില്ലിനെ ഔട്ടാക്കിയിട്ട് കാണിക്കുന്ന ഒരു ആക്ഷൻ വരെ ഒരുപാട് ഇനിയും ഇതിൽ ഉൾപ്പെടുത്താമായിരുന്നു. ഇതാരാ ഇതിന്റെ മേക്കർ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഒരല്പം പാകിസ്ഥാൻ ഫേവർ ടച്ചിലാണ് ഈ സാധനം വന്ന് നിൽക്കുന്നത് എന്നുള്ളത് ഭാരതീയനായ എന്നെ നിരാശപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് ഇത് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിർബന്ധമായിട്ടും കണ്ടിരിക്കണം എന്ന് ഉള്ളൊരഭിപ്രായം വ്യക്തിപരമായിട്ട് എനിക്കില്ല. പക്ഷെ അവര് എടുത്തിടത്തോളം ഒരു കടലോളമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ റൈവൽറിയുടെ ക്രിക്കറ്റിലെ കഥകൾ. പക്ഷെ അതിലെ ഒരു 5-10 മഗ് മാത്രമാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. ഇത് വെബ് സീരീസ് തന്നെയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്, അല്ല സിനിമയായിട്ടല്ല കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇതൊരു 8-10 എപ്പിസോഡായിട്ടൊക്കെ കാണിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാറുണ്ട്. കാരണം ഓരോ എപ്പിസോഡും ഈ പറഞ്ഞ പോലെ നല്ല എൻഡിങ്ങിലും അല്ലെങ്കിൽ പഞ്ചുള്ള എൻഡിങ്ങിൽ 70കൾ തൊട്ട് 2025 വരെയൊക്കെ കാണിക്കാമായിരുന്നു. അത് കാണിച്ചിട്ടില്ല. അത് അവർക്ക് ഇഷ്ടപ്പെട്ട ചില മുഹൂർത്തങ്ങൾ മാത്രം കോർത്തിണക്കെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ എൻഡിങ് ഇവരുടെ ഈ ഒരു പാകിസ്ഥാൻ പ്ലേയേഴ്സിന് പ്രത്യേകിച്ചും ഷോയബ് അക്തറും ഒക്കെ പറഞ്ഞ് നിർത്തുന്ന ഒരു പോയിന്റ്, അതാണ് അതിന്റെ ക്ലോസിംഗ് ഷോട്ട്. ഷോയബ് അക്തർ എന്ന് പറയുന്നത് ഇനിയും ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ വേണം, സൗഹൃദപരമായി തന്നെ വേണം. ഇതിന്റെ വീറും വാശിയൊക്കെ ഒരു ത്രില്ല് എന്നുള്ളൊരു എലമെന്റ് അല്ലാതെ ഞങ്ങളെല്ലാം സുഹൃത്തുക്കളാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് അകന്നു നിൽക്കരുത്. ഇതൊന്നിച്ച് മനുഷ്യരെ പോലെ നമ്മളിത് ചെയ്യണം, ഞങ്ങളെല്ലാം സുഹൃത്തുക്കളാണ് എന്നുള്ള ഒരു ക്ലോസിംഗ് നോട്ട് വളരെ വളരെ സൂത്തിങ് ആയിട്ട് തോന്നി. അത് ഷോയബ് അക്തർ മാത്രമല്ല പറഞ്ഞത്, ഇന്ത്യൻ പ്ലേയേഴ്സും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു നല്ല മൊമെന്റ് അങ്ങനെയൊക്കെ ഒരു കാലം വരുമോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷെ
ഈ വെബ് സീരീസിനെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞത് മാത്രമാണ് ഇത്. കാരണം ഇന്ത്യ പാകിസ്ഥാൻ ഈ ഇപ്പോഴത്തെ ജെൻസി എന്ന് പറയുന്ന ജനറേഷനിൽപ്പെട്ട കുട്ടികൾ കണ്ടിട്ടില്ലെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഒക്കെ ഇപ്പൊ യൂട്യൂബിൽ ഇല്ലാത്ത കണ്ടന്റ്സ് ഒന്നുമല്ല, പക്ഷെ ഇത് കുറച്ചുകൂടെ ഒക്കെ ഒരു ഡ്രാമാറ്റിക് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അത് കുറച്ച് സന്ദർഭങ്ങൾ മാത്രമാണ്. പക്ഷെ ഇത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് നന്നായി ഫോളോ ചെയ്തിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇത് അത്ര വലിയ ഒരു മസ്റ്റ് വാച്ച് അല്ല. താങ്ക് യു.